ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു രാവിലത്തെ കുറച്ച് സമയങ്ങളാട്ടോ. എനിക്കങ്ങനെ രാവിലെ കിട്ടാറില്ല. എങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റു. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. എന്നിട്ട് ആ വെളിയിലേക്ക് വെറുതെ നോക്കി നിൽക്കും. എന്തിനാണെന്നറിയില്ല. ജനലിൽ കൂടെ വെളിയിലിട്ട് നോക്കാനൊരു സുഖമാണ്. അതിനുശേഷം വെളിയിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണമല്ലോ. ഇത് കണ്ടോ, ഇതാണ് ഈ പുറകു വശത്തെ ആ ഒരു ഭാഗം. ഈ കൂടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ആകാശമൊക്കെ ഇങ്ങനെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. അതിനുശേഷം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അകത്ത് വന്നു. എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഇരിപ്പ് അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അകത്ത് മുറിയൊക്കെ ഇത് വലിയൊരു ഹാളാട്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്യുവാണ്. ഇത് കുറച്ച് സമയം എടുക്കും ഈ ഹാള് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി. പിന്നെ ഇത് കണ്ടോ, ഇത് ഫ്രണ്ട് വശം. കഴിഞ്ഞ ദിവസം മഴ പെയ്തു. കഴിഞ്ഞ ദിവസം അല്ല, ഇന്നലെയും മഴയായിരുന്നു. കഴിഞ്ഞ ദിവസം തൊട്ടുള്ള മഴയുണ്ട്. മഴയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ മുറ്റം മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. നമുക്ക് മറ്റേ മുറ്റടിക്കാൻ പറ്റില്ല. നിറയെ ഇലയൊക്കെ വീണ് കിടക്കണോണ്ട് അത് ക്ലീൻ ചെയ്യണം. ഉണങ്ങിയാലേ അത് നമുക്ക് അടിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഒരു പ്ലാവുണ്ട് കേട്ടോ. ഈ പ്ലാവ് നിറയെ ചക്കയുണ്ട്. ചക്ക മേൽവശമെല്ലാം ഉണ്ടായിട്ട് അത് ശിഖരം ഒടിഞ്ഞ് താഴെ വീണു. അപ്പോൾ ഇത് മരം വെട്ടാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പുറകുവശത്ത് നിൽക്കുന്ന പനിക്കൂർക്ക കേട്ടോ. പനിക്കൂർക്കയുടെ വേറൊരു ഭാഗമെന്ന് പറയാം. പിന്നെ കുറച്ച് ചെടികളുണ്ട് ഇവിടെ. മഴയത്ത് എല്ലാവരും മഴ നനഞ്ഞിട്ട് നല്ല വെള്ളമൊക്കെ കുടിച്ച്. ചൂട് സമയമല്ലായിരുന്നോ, ചൂട് സമയത്ത് നന്നായിട്ട് ഉണങ്ങി നിൽക്കുമായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കിട്ടിയപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. വെറുതെ ഒരു കമ്പ് വെച്ചപ്പോഴത്തേനും അതിൻ്റെ തൈയൊക്കെ പിടിച്ചിട്ടോ. പിന്നെ റോസയൊക്കെ മുട്ടിട്ടു. ഇത് എന്ത് ചെടിയാണെന്നറിയില്ല. ഇതിനെ നിത്യ കല്യാണി എന്ന് പറയും. പിന്നെ ഇവിടെ 2 പേരുണ്ട് കേട്ടോ. ഇവർ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു രസം. അപ്പോൾ എന്നും ഇവരിങ്ങനെ കിടക്കും. അപ്പോൾ 6:45 ആവുന്നതേ ഉള്ളൂ. ഇനി എനിക്ക് ടൈമുണ്ട്. എനിക്ക് 9 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലണം. പിന്നെ വെളിയിലേക്ക് മഴ തോന്നുന്നു. ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ചെറി, ഇവിടെ ഒരു ചെറുമരം ഉണ്ട് കേട്ടോ. ഈ മരം നിറയെ ചെറിയുണ്ട്. പഴുത്ത് നിൽക്കുവാണ് എല്ലാവരും. എന്നാലും ഇളം ഒരു ചുമന്ന കളർ. ഇത് നന്നായിട്ട് ചുമന്ന് വരും. മഴയൊക്കെ പെയ്തിട്ട് കണ്ടോ, മഴത്തുള്ളികൾ കണ്ടോ എൻ്റെ കയ്യിലൊക്കെ വീണേ. പിന്നെ ചെറിയ ഉറുമ്പുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ മഴത്തുള്ളികൾ വീഴുമ്പോൾ ഒരു തണുത്ത ഇതല്ലേ, കാരണം മഴ നനഞ്ഞ് നിൽക്കണമല്ലേ. ഇത് ചെറിയ മൊട്ട കേട്ടോ. ഈ മൊട്ട് വീണ്ടും വിടർന്ന് പൂവാകും. ആ പൂ വിരിഞ്ഞിട്ട് വാടിക്കഴിയുമ്പം ഇതുപോലെ തന്നെ കായുണ്ടാവും. ആ ഈ ഏപ്രിൽ മെയ് സമയങ്ങളിലാട്ടോ കായ്ക്കുന്നത്. പിന്നെ ഇതുണ്ടോ, ഇതൊരു ചാമ്പമരം നിൽക്കുന്ന പോലെ ഒരു വ്യൂ അല്ലേ. പക്ഷേ ഇത് ചാമ്പയല്ല, ഇത് ചെറിയാണ്. ഇതുകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നിൽക്കുക, കാണാനൊരു ഭംഗി. അതിന് തൊട്ടടുത്ത് ഒരു റംബുട്ടാനുണ്ട്. അതും പൂത്തിട്ടുണ്ട്. പൂവൊക്കെ ഉണ്ടായിട്ട് പൂ കൊഴിഞ്ഞ് വീണിട്ട് കായുണ്ടായി. കായും ചെറുതായിട്ട് ഉണങ്ങി വീഴുന്നുണ്ട്. എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ, കായൊക്കെ ഉണ്ട്. നമുക്ക് താഴെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുണ്ടാവട്ടെ, നല്ല ചുമപ്പ് നിറമാകും. ഇത് നല്ല ദേശീയമുള്ള റംബുട്ടാനാണ്. പിന്നെ ഈ ഇലയൊക്കെ ഇഷ്ടംപോലെ വീഴുന്നുണ്ട്. അപ്പം മുറ്റം അടിക്കാമെന്ന് വെച്ചു. മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതുപോലെ ആ മരത്തിൻ്റെ ചുവട് നിറയെ ഇലയാണ്. ഈ ഇല അടിച്ച് വാരണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും. കണ്ടോ, റംബൂട്ടാൻ കാണിച്ചിട്ടുണ്ട്. അത് പൊഴിഞ്ഞ് വീഴുന്നതാണ്. പിന്നെ ഇപ്പം ഇങ്ങനെ തൂത്ത് വാരിയിട്ട് വൈകിട്ടാകുമ്പോഴത്തേനും വീണ്ടും ഒരു കുന്നുണ്ട്. ഇത് പുതിനയിലയും ഞാൻ കുറച്ച് ബീട്രൂട്ടും എല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ ചക്ക നിൽക്കണമുണ്ട്. അത് ഇവിടെ വൃത്തികേടായി കിടക്കണമെന്ന് വെച്ചാൽ ഇവിടെ മരം വെട്ടാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയറായി കഴിഞ്ഞാൽ നമുക്കതവിടെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഇത് കുഴിയാന. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ മണ്ണ് തോണ്ടിയെടുക്കണ കുഴിയാന. ഞാൻ ഒരെണ്ണത്തിന് നോക്കി കേട്ടോ. എനിക്കൊരെണ്ണത്തിന് കിട്ടി. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും പാവമുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് വിട്ടു. അതിനെ എൻ്റെ വീട്ടിലേക്ക് തന്നെ വിട്ടു കേട്ടോ. പിന്നെ ചക്കയൊക്കെ ഒന്ന് പഴുത്തോന്ന് നോക്കി, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. എല്ലാം പച്ചയാണ്. പിന്നെ മുറ്റത്തൂടെ രാവിലെ ഇങ്ങനെ ഒന്ന് വെറുതെ നടക്കുന്ന ഒരു രസമാണ്. വീണ്ടും അടുക്കള വാതിക്കൽ നോക്കിയപ്പോഴത്തേക്കിനും പുറകുവശവും നല്ല ഇലയൊക്കെയാണ്. പക്ഷേ അവിടെ വൃത്തിയാക്കാൻ പറ്റില്ല.
അവിടെ നിറയെ ചപ്പുകളുണ്ട്. അപ്പോൾ അവിടുത്തെ മരം വെട്ടലെല്ലാം കഴിഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. ഇത് ഇന്നലെ മരം വെട്ടിയപ്പോഴത്തേനും അവർ ഒരു ചക്ക തന്നാണ് കേട്ടോ. പിന്നെ രാവിലെ എനിക്ക് നല്ലതായിട്ട് വിശന്നു. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞപ്പം പുട്ടും ഒരു മുളകിടിച്ചതും, ഈ കോമ്പിനേഷൻ അധികം ആർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ പുട്ടും മുളകിടിച്ചതും കൂട്ടി കഴിക്കാൻ തോന്നി. പിന്നെ ദോശയുണ്ട്, ദോശയല്ല അപ്പം, നമ്മൾ അരിപ്പൊടി കൊണ്ട് അരച്ച് വയ്ക്കില്ലേ, അപ്പം. പിന്നെ ചക്ക വേവിച്ചതും. ചക്കയുള്ളപ്പോൾ പിന്നെ ചക്ക വേവിച്ചില്ലാതെ എന്ത്, ഓരോ വീടുകളിലും ചക്ക ഉണ്ടെങ്കിൽ ചക്ക വേവിച്ചതും ഉണ്ട്. പിന്നെ ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓഫീസിൽ പോകാൻ സമയമായി. കുളിച്ച് റെഡിയായി കുറച്ച് നേരം ഞാൻ തന്നെ എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. നമ്മളെക്കൊണ്ട് ഇത്രയൊക്കെയല്ലേ സ്വന്തമായിട്ട് പുകഴ്ത്താൻ പറ്റൂ. അങ്ങനെ ഒരുക്കമെല്ലാം കഴിഞ്ഞ് ഇതുപോലെയായി. അങ്ങനെ അധികം ഒരുങ്ങാൻ സമയമൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഉള്ള പോലെ തന്നെ ഒരുങ്ങി പോന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലൊരു വലിയ കണിക്കൊന്നയുണ്ട്. ഇത് വിഷു സമയമാകുമ്പോഴത്തേക്കിനും പൂക്കുന്നതാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നേരത്തെ കണിക്കൊന്നയൊക്കെ പൂക്കും. ഇത് അതിൻ്റെ സൈഡിൽ തന്നെയാണ് പോളപ്പൂ. ഇതും നല്ല രസമാണ് കേട്ടോ, വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. രാവിലെ ഇപ്പോൾ 8:45 ഉള്ളൂ ടൈം.